മദനി ഇനി മുതൽ ഒരു ഭീകരവാദിയല്ല. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നിയമസഭാ രേഖയിൽ നിന്ന് പിഡിപിയോടുള്ള പേടി കൊണ്ടാണോന്നറിയില്ല, സ്പീക്കർ ആ ഒരു പരാമർശം അല്ലെങ്കിൽ ആ ഒരു പേരേ അങ്ങ് മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. അത് ശരിക്കും നിയമവിരുദ്ധമാണോ? അങ്ങനെ മാറ്റാൻ പാടുണ്ടോ? അതായത് ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. നമ്മളിത് അറിയുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പിഡിപിയുടെ ഒരു പോസ്റ്റിലൂടെയാണ് അറിയുന്നത്. പിഡിപിയുടെ ഒരു നേതാവ് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതായത് തിരുവഞ്ചൂർ ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഇതുവരെയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. നിയമസഭാ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അങ്ങനെ എം.എൽ.എയും സഭയും അറിയാതെ ഒരു അക്ഷരം പോലും നിയമസഭാ രേഖയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയില്ല. പിഡിപിയുടെ ഒരു പ്രവർത്തകൻ ഇട്ടിരിക്കുന്നതാണ് ഷാജു 1089 എന്ന് പറയുന്ന ഒരു ത്രെഡ്സ് അക്കൗണ്ടിൽ നിന്നാണ് ഇട്ടിരിക്കുന്നത്. പിഡിപി ചെയർമാൻ അബ്ദുൾ നാസർ മദനിക്കെതിരായ ബി.ജെ.പി എം.എൽ.എ നിയമസഭയിൽ നടത്തിയ തെറ്റായ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നേതാക്കളായ നടയറ ജബ്ബാർ, ശശികുമാർ വർക്കല, അജീർ കിള്ളി, നഗരൂർ അഷ്റഫ് എന്നിവർ ചേർന്ന് നൽകി. നിയമസഭാ സെക്രട്ടറി സഭാ സമ്മേളന രേഖകൾ പരിശോധിച്ച് അബ്ദുൽ നാസർ മദനിക്കെതിരെയുള്ള തെറ്റായ പരാമർശങ്ങൾ നീക്കം ചെയ്തതായി അറിയിച്ചു. നീക്കം ചെയ്തതിൻ്റെ രേഖ 2 ദിവസത്തിനകം പാർട്ടിക്ക് അയച്ചു തരുമെന്ന് അറിയിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നും ഏകപക്ഷീയമായിട്ട് ചെയ്യാൻ കഴിയില്ല. അതായത് ഇതിനകത്തെ വാർത്തയുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഗോപകുമാർ, ചാത്തന്നൂരിൽ നിന്നുള്ള നിയമസഭാ പ്രതിനിധിയായിട്ടുള്ള ബി ഗോപകുമാർ എം.എൽ.എ, അദ്ദേഹം ഈ പറയുന്ന ഒരു ജൂലൈ 1-ാം തീയതി ഒരു പ്രസംഗം നടത്തി. അതിനകത്ത് പ്രസംഗത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് FCRAയ്ക്കെതിരായിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ചേർന്നുകൊണ്ട് FCRAയ്ക്കെതിരായിട്ട് ഒരു പ്രമേയം പാസ്സാക്കുന്നു. പ്രമേയം പാസ്സാക്കിയപ്പോഴത്തേക്കും ബി ഗോപകുമാർ അതിനെ എതിർത്തുകൊണ്ട് BJP അതിനെ എതിർത്തു. ബി ഗോപകുമാർ സംസാരിച്ചു. അതായത് നിങ്ങൾ അന്താരാഷ്ട്ര തീവ്രവാദിയായ മദനിയെ അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കിയത് ഇതേ സഭയാണ്, രാജ്യസുരക്ഷാ ബില്ലിനെതിരെ രംഗത്ത് വരുന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ടൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം വളരെയധികം വൈറലാവുകയും ചെയ്തു, ആൾക്കാർ ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്, മദനി എന്ന് പറയുന്ന ഭീകരനെക്കുറിച്ച് ഈ പറയുന്ന പ്രസംഗം നടത്തി അത് സഭാരേഖകളിലുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PDPയുടെ നേതാക്കൾ നിയമസഭാ സെക്രട്ടറിയെ ചെന്ന് കണ്ടു, സ്പീക്കറെയൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിവേദനം സ്വീകരിച്ചിട്ട് രേഖകൾ നീക്കം ചെയ്യാനായിട്ട് സ്പീക്കറുടെ അനുമതിയോടുകൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നീക്കം ചെയ്തു എന്ന് സെക്രട്ടറി അറിയിച്ചു എന്ന് PDPക്കാർ പറയുകയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിയമസഭയോ ഇല്ലെങ്കിൽ സ്പീക്കറോ നിയമസഭാ സെക്രട്ടറിയോ പ്രതികരിച്ചിട്ടില്ല. ഇതുവരെ അങ്ങനെ അതിനെ പറ്റിയിട്ടൊരു വാർത്ത വന്നിട്ടില്ല. അപ്പോൾ എന്നാൽ നിയമസഭയിൽ കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് ചട്ടമുണ്ട്. നിയമസഭയിൽ ഒരു അംഗം പ്രസംഗിക്കുമ്പോൾ സഭാ നടപടി ചട്ടപ്രകാരം അല്ല ഈ പറയുന്ന പ്രസംഗത്തിലെ പരാമർശങ്ങൾ ഏതെങ്കിലും ചട്ടവിരുദ്ധമാണെങ്കിൽ അത് റദ്ദാക്കാനും രേഖയിൽ നിന്ന് നീക്കം ചെയ്യാനും സ്പീക്കർക്ക് നിയമപരമായിട്ടുള്ള കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നീക്കം ചെയ്യണമെന്ന് അതിന് കഴിയുന്നതെന്ന് പറഞ്ഞാൽ സ്പീക്കർ അപ്പോൾ അതിന് ഇടപെട്ടുകൊണ്ട് അത് നീക്കം ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റംഗങ്ങൾ ആവശ്യപ്പെടണം അത് നീക്കണമെന്ന്. അങ്ങനെ ഇത് ഏതെങ്കിലും 2 കാര്യങ്ങളിൽ കൂടെ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ പുറത്തു നിന്ന് ഒരാൾക്ക് ഇടപെടാൻ കഴിയില്ല. അതായത് ഒരു ജുഡീഷ്യൽ പവർ കൂടെ സ്പീക്കർക്കുണ്ട് എന്നുള്ളതാണ്. സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടൊരു കാര്യമല്ല. സ്പീക്കർക്ക് ഇപ്പോൾ ഒരു എം.എൽ.എ ക്വാർട്ടേഴ്സിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ അനുമതി വേണം. അതുപോലെ തന്നെ എം.എൽ.എയോ മന്ത്രിയോ ഒക്കെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീക്കറുടെ അനുമതി വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് നിയമപരം, കാരണം അവിടുത്തെ ഗാർഡിയനായിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് സ്പീക്കർ എന്ന് പറയുന്നത്. വലിയ ഉത്തരവാദിത്വമാണ്. ജനങ്ങൾ എടുത്ത പ്രതിനിധികളെ നിയന്ത്രിക്കുന്ന അവരുടെ ഒരു സുപ്രീമായിട്ട് നിയമസഭയിലുള്ള ആളാണ്. അപ്പോൾ നിസ്സാര സ്ഥാനമല്ല എന്നുള്ളതാണ്. അപ്പോൾ സഭാ അംഗങ്ങൾക്കല്ലാതെ ഏതെങ്കിലും പാർട്ടിക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ കഴിയില്ല, സംഘടനയ്ക്ക് ഉന്നയിക്കാൻ കഴിയില്ല, പുറത്തുള്ള വ്യക്തിക്ക് ഉന്നയിക്കാൻ കഴിയില്ല. അപ്പോൾ സഭ എന്ന് പറയുന്നത് സഭയ്ക്കകത്ത് കയറാൻ പോലും മറ്റാർക്കും അവകാശമില്ല. അവിടേക്ക് ഒരു DGP അവിടെ വരികയാണെങ്കിൽ കൂടിയും അവിടെ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അല്ല, അവിടുത്തെ അധികാരി സ്പീക്കറാണ്. ആ നിയമസഭ വളപ്പുണ്ടല്ലോ, അതിനകത്തെ സർവാധികാരി സ്പീക്കറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരാളുടെ ഇല്ലെങ്കിൽ ഒരു സംഘടനയുടെ അപേക്ഷ പ്രകാരം ഈ പരാമർശം നീക്കം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ PDPയുടെ ഫേസ്ബുക്ക് കുറിപ്പും ഈ പറയുന്ന ത്രെഡ്സിൽ വന്ന പോസ്റ്റുമൊക്കെ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ
അവിടെ ഷാജു 1089 എന്ന ആളുടെ പേരിൽ ആണ് ഈ പറയുന്ന പോസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ ഈ നിയമസഭാ സെക്രട്ടറിക്ക് നിവേദനം കൊടുക്കുന്ന ചിത്രവുമൊക്കെ ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ബിയുടെ പ്രസംഗത്തിൻ്റെ ഒരു പരാമർശം ഇങ്ങനെയായിരുന്നു. അതായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾക്ക് വിദേശ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ കേരള ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. വിദേശ ലോബികൾ പണമൊഴുക്കി സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇത്തരം സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മുൻപ് നടന്ന മാറാട് കലാപത്തിന് പിന്നിലും വിദേശ ഫണ്ടിംഗ് ഉണ്ടായിരുന്നതായി അക്കാലത്തെ പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് രാജ്യസുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ലുകളെ ഇവിടെ എതിർക്കുന്നത്. അന്താരാഷ്ട്ര തീവ്രവാദിയായ മദനിയെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ഇതേ നിയമസഭയാണ് രാജ്യസുരക്ഷാ ബില്ലിനെതിരെ രംഗത്ത് വരുന്നത്. ഇതാണ് ബിയുടെ പ്രസംഗം. അപ്പോൾ മദനിയുടെ പേര് അവിടെ വന്നു, അയാൾ അന്താരാഷ്ട്ര ഭീകരനാണ്, ഇല്ലെങ്കിൽ ഭീകരപ്രവർത്തനം നടത്തുന്ന ആളാണെന്നുള്ളതിൻ്റെ അകത്ത് വന്നു. അതാണ് ഈ PDPക്കാരെ ചൊടിപ്പിച്ചത് എന്നുള്ളത്. അവർ എന്നിട്ട് നിയമസഭയെ സമീപിച്ചിരിക്കുന്നു. നിയമസഭാ സെക്രട്ടറിയോട് ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. നീക്കം ചെയ്തു എന്ന് സെക്രട്ടറി പറഞ്ഞതായി അവർ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ സ്പീക്കറില്ലെങ്കിൽ നിയമസഭാ സെക്രട്ടറി വിശദമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സഭയിലെ രേഖ അങ്ങനെ നീക്കം ചെയ്യാനായിട്ട് ഏകപക്ഷീയമായി കഴിയില്ല. അത് സഭയെ അറിയിക്കണം, ഇല്ലെങ്കിൽ സ്പീക്കർ തീരുമാനം എടുക്കുന്നെങ്കിൽ അംഗത്തെ അറിയിക്കണം. ഇങ്ങനെ ഒരുപാട് ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഏറ്റവും അപകടകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന PDPക്ക് അത്ര വലിയ സ്വാധീനമുണ്ടോ? PDP അങ്ങനെ ഭയക്കുകയാണോ? സ്പീക്കർ PDPയെ ഭയക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നതാണ്. അങ്ങനെ തിരുത്തിയിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഭയക്കുമോ? PDPക്ക് അത്ര വലിയ ശക്തിയുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബിയുടെ പ്രസംഗം അത്ര കരുത്തുറ്റതായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഏകപക്ഷീയമായിട്ട് അവർക്ക് ഒരു ബില്ലുകളോ ഒരു പ്രമേയമോ പാസ്സാക്കി കൊണ്ടുപോകാൻ കഴിയില്ല. കൃത്യമായ ഇടപെടൽ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ശക്തികൾക്കൊക്കെ ഇങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ള ആശങ്ക വരുന്നുണ്ട്. ഏതായാലും ഇത് അവർ വ്യാജമായിട്ടുള്ള ഒരു പോസ്റ്റാണെങ്കിൽ അതിനെതിരെ നിയമ നടപടി ഉണ്ടാകണം. അല്ല, നിയമസഭാ സെക്രട്ടറി ഇത്തരത്തിൽ രേഖ തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അംഗത്തെ അറിയിക്കാതെയാണെങ്കിൽ, നിയമസഭയെ അറിയിക്കാതെയാണെങ്കിൽ, ഏകപക്ഷീയമാണെങ്കിൽ അത് ശരിയല്ല, ചട്ടലംഘനമാണ്. അത് മാത്രമല്ല, സ്പീക്കർക്ക് പോലും അങ്ങനെ ഏകപക്ഷീയമായി തിരുത്തുന്നത് ജനാധിപത്യപരമായിട്ട് ശരിയാണ് എന്ന് കണക്കാക്കാൻ കഴിയില്ല. ഏതായാലും ഇതിലൊക്കെ വ്യക്തമായ ഒരു മറുപടി വരും എന്ന് പ്രതീക്ഷിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല, ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.